എൻ്റെ പേര് റോഷ്ന. നിങ്ങൾ സ്ട്രെയിറ്റൻ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കണം, സ്ട്രെയിറ്റൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ മിസ്റ്റേക്സ് കാണിക്കാൻ പാടില്ല, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ഈ ഒരു സ്ട്രെയിറ്റർ എന്ന് വെച്ചാൽ ഫിലിപ്സിൻ്റെ ആണ്. 9 ഇയേഴ്സോളമായി ഞാൻ ഈ ഒരു സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുന്നു. ഒരു കേടുപാടുകളും ഇല്ല, ഒരു പ്രശ്നമില്ല. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഈ ഒരു കേളി ഹെയർ എന്താ പറയുക ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ താരം ഇതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയറിൽ വന്നിട്ട് സ്ട്രെയിറ്റൻ ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കലും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ സ്ട്രെയിറ്റൻ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ ഇതേപോലെ സ്ട്രെയിറ്റ്നർ എടുത്തിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, പുക വരുന്നത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പം ഈ ഒരു പുക വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ വെറ്റായിട്ടിരിക്കുമ്പോഴും അതേപോലെ തന്നെ ഓയിൽ കണ്ടന്റ് ഇരിക്കുമ്പോഴാണ് നമ്മളെ ഹെയർ വന്നിട്ട് ഇങ്ങനെ ഹെയറിൽ അതേപോലെ ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പുക വരുന്നത്. ഓക്കെ, അപ്പോൾ പുക വരുന്നത് മാത്രമല്ല പ്രശ്നം, പുക മാത്രമാണെങ്കിൽ പ്രശ്നമില്ല, നമ്മളെ ഹെയറും കൂടിയാണ് ഡാമേജ് ആവുന്നത്. ഒരിക്കലും വന്നിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ സ്ട്രെയിറ്റൻ ചെയ്യാൻ പാടില്ല. അതിന് മുന്നേ നന്നായിട്ട് ഷാമ്പൂ ചെയ്യുക, കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിക്കളയുക, നന്നായിട്ട് ആ എണ്ണമയം നമ്മളെ ഹെയറിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ സ്ട്രെയിറ്റൻ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഇതാണ്. നിങ്ങളിത് നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഓയിലി ആയിട്ടുള്ള ഹെയറിൽ സ്ട്രെയിറ്റൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക നന്നായിട്ട് സ്ട്രെയിറ്റൻ ആയിട്ട് വരികയില്ല, ആ ഒരു ലുക്ക് കിട്ടില്ല. ആ ഒരു സ്ട്രെയിറ്റൻ എന്ന് പറയുന്ന ഒരു ലുക്ക് നിങ്ങൾക്ക് കിട്ടണ്ടേ, ആ ഒരു സ്ട്രെയിറ്റൻ ചെയ്യാൻ പറ്റില്ല, ആ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് വരില്ല ഒരിക്കലും. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്നുള്ളത് നോക്കാം. സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് ഇതേപോലെ ഒരു കോമ്പ് യൂസ് ചെയ്തിട്ട്, ഇതേപോലത്തെ കോമ്പ് എന്ന് പറയുമ്പം നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷും കിട്ടും, അല്ലെങ്കിൽ ഇതേപോലെ റൗണ്ട് ആയിട്ടുള്ളതും കിട്ടും. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ഇതാണ്. അത് ബ്ലോ ഡ്രൈ ചെയ്യുമ്പോഴാണെങ്കിലും ശരി, സ്ട്രെയിറ്റൻ ചെയ്യുമ്പോഴാണെങ്കിലും പിടിക്കുമ്പം അത് ഹോൾഡായി നിൽക്കുന്നുണ്ട്. ഈ ഒരു ഇതായിട്ടുണ്ട്. നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് കയ്യിൽ നിന്ന് വിട്ട് പോകുന്നുണ്ട്. അപ്പം ഈ ഒരു ബ്രഷ് ആകുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും തോന്നുന്നു. നിങ്ങൾ കംഫർട്ടബിൾ അനുസരിച്ച് വാങ്ങിക്കുക. ഇതിലേതെങ്കിലും ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഡീറ്റാങ്കിൾ ചെയ്യുക ഹെയർ. ഓക്കെ, അതാണ് നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം. ഓക്കെ, അത് നന്നായിട്ട് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് സ്ട്രെയിറ്റൻ ചെയ്യാനും പറ്റില്ല. നമ്മൾ ഈ ഒരു നമ്മളെ കെട്ടി പിണഞ്ഞിരിക്കുന്ന ഇത് നല്ല ജട പിടിച്ചിരിക്കുന്ന മുടിയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇവിടെ ഒരു കെട്ട് വീണ് കിടക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ലെയർ ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്യണം. പക്ഷേ സ്ട്രെയിറ്റൻ ആവില്ല, നമുക്ക് വലിക്കുമ്പോൾ നല്ല വേദനയായിരിക്കും. നല്ല വേദന വെച്ചാൽ നല്ല വേദനയായിരിക്കും. അപ്പം കെട്ടായിട്ടിരിക്കുന്ന മുടിയൊക്കെ നന്നായിട്ട് ഡീറ്റാങ്കിൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റനിങ്ങിലോട്ട് പോകാൻ പാടുള്ളൂ. ചെറിയ ചെറിയ മുടികളാണെങ്കിൽ പോലും നന്നായിട്ട് കോംബ് ചെയ്ത് ഡീറ്റാങ്കിൾ ചെയ്തിട്ട് മാത്രമേ സ്ട്രെയിറ്റൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് സെക്കൻഡ് ടിപ്പ്. തേർഡ് ടിപ്പ് എന്താണെന്ന് നോക്കാം. തേർഡ് ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ കോമ്പൊക്കെ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഹെയർ സീരം അപ്ലൈ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഹെയർ പ്രൊട്ടക്ഷൻ സ്പ്രേ ഉണ്ട്, അത് അപ്ലൈ ചെയ്യുക. ഇയർ ലെവലിന് താഴോട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് മാത്രമേ നമ്മൾ സ്ട്രെയിറ്റനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇയർ ലെവലിൻ്റെ മേലിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഹെയർ ഡാമേജ് വരില്ലേ? യെസ്, ഡാമേജ് ആവും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവേര ജെൽ അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അലോവേര ജെൽ അപ്ലൈ ചെയ്യാം. പക്ഷേ അലോവേര ജെല്ലിനേക്കാൾ കൂടുതൽ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഹെയർ സീരം അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് സ്മൂത്തായിട്ടിരിക്കും, പെട്ടെന്ന് സ്മൂത്താവും. അപ്പോൾ ഞാൻ ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെ ഈ ഒരു ഇയർ ലെവൽ വരെ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ശേഷം ഇയർ ലെവലിന് താഴോട്ടാണ് ഞാൻ സീറം യൂസ് ചെയ്യുന്നത്. ഞാൻ സ്പ്രേ യൂസ് ചെയ്യാറില്ല, ഇതേപോലെ ഹെയർ സീറമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ലോറിയലിൻ്റെ ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് സെക്കൻഡ് ബോട്ടിലാണ്. ഞാൻ ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങൾ, ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ
പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ ലീവ് ഇൻ സീരം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കോംബ് ചെയ്ത് കൊടുത്ത് എല്ലായിടത്തും ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആവാൻ വേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കോംബ് ചെയ്തതിന് ശേഷം മാത്രമേ സ്ട്രെയിറ്റനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യുന്നതിന് മുമ്പ് മുടി ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ ലെയർ ആയിട്ട് എടുത്തിട്ട്, അതായത് സെക്ഷനായിട്ട് എടുത്ത് നന്നായിട്ട് ഒരു ക്ലിപ്പ് വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം വേണം ഹെയർ സ്ട്രെയിറ്റനിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും മുടി. അതേപോലെ തന്നെ നമ്മൾ ചെയ്ത മുടി തന്നെ ഇല്ലെങ്കിൽ വീണ്ടും ചെയ്തു പോകും. അപ്പോൾ സെക്ഷനായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. എവിടെ നിന്നൊക്കെയാണ് തുടങ്ങേണ്ടത്, എവിടെയാണ് എൻഡ് ചെയ്യേണ്ടത് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ ഭയങ്കര എന്താ പറയുക എക്സ്പേർട്ടാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്ഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ കുറച്ച് സെക്ഷൻ എടുക്കുമ്പോഴാണ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുക. ആ സെക്ഷൻ എടുക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ. പക്ഷേ സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ നിന്ന് വകച്ചിലെടുത്തിട്ട് 2 വശത്തേക്ക് ഇങ്ങനെ ടൈ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു ഭാഗമാണ് ചെയ്യുന്നതെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സെക്യൂർ ചെയ്ത് വെക്കാം. ഓക്കെ, സെക്യൂർ ചെയ്തതിന് ശേഷം ഈ ഒരു സൈഡിൽ കുറച്ച് ലെയറായിട്ട് സെക്യൂർ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്ട്രെയിറ്റൻ ചെയ്ത് തുടങ്ങാം. ഓക്കെ, അതാണ് നമ്മുടെ 4th ടിപ്പ്. 5th ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി സെക്ഷൻ എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ സെക്ഷൻ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ വളരെ ചെറുതായിട്ട് മാത്രം, അതായത് വളരെ ചെറിയൊരു ലെയർ എടുത്തിട്ട് മാത്രമേ, അതിപ്പോൾ നിങ്ങൾ സെക്ഷൻ എടുക്കുന്നില്ല, സെക്ഷൻ എടുക്കാതെ തന്നെ സ്ട്രെയിറ്റൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രം, അതായത് വളരെ കുറച്ച് ഇങ്ങനെ ലെയർ എടുത്തിട്ട്, അതായത് ഇത്രയൊക്കെ എടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മാത്രമേ ഇതിനകത്ത് ഒതുങ്ങത്തുള്ളൂ മുടി. കണ്ടോ, ഇത്രയും ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് മുടി ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും അത് സ്ട്രെയിറ്റ് ആവത്തില്ല. അതായത് മേളത്തെ ലെയറും, അതായത് ഇതേപോലെ കട്ടിക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്കും മേളത്തെ ലെയറും, അതായത് ഈ ലെയറും ഇതിൻ്റെ അടിയിലുള്ള ലെയറും മാത്രമേ സ്ട്രെയിറ്റൻ ആകത്തുള്ളൂ. അതിൻ്റെ നടുക്ക് നമ്മൾ കൂട്ടി പിടിച്ചേക്കുന്ന മുടി വന്നിട്ട് സ്ട്രെയിറ്റൻ ആവില്ല. അതാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്ത് ഒരുപാട് സമയം എടുത്തിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുടി എന്താ പറയുക കറക്റ്റായിട്ട് സ്ട്രെയിറ്റൻ ആവില്ല. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ചെറിയ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ട്രെയിറ്റനർ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഫാസ്റ്റായി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കരുത്. വളരെ സ്ലോ ആയിട്ട് ചെയ്യാം. ഓക്കെ, കുറച്ച് സമയം എടുത്തിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, സ്ട്രെയിറ്റൻ ആവുന്നുണ്ടെന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോവും, കൈയും കഴിക്കും, സ്ട്രെയിറ്റൻ ആകത്തുമില്ല. ഓക്കെ, അതാണ്. അപ്പം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ലെയർ എടുത്തതിന് ശേഷം വളരെ സ്ലോ ആയിട്ട് മാത്രം മൂവ് ചെയ്യാം. അപ്പം നമ്മുടെ ലാസ്റ്റ് ടിപ്പ് 7th ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്യരുത്. ഫ്രണ്ടിൽ നിന്ന് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ മുടിയെല്ലാം ഇങ്ങനെ ശരിയായി വരുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ഈ ഒരു ഭാഗം കെട്ടി വയ്ക്കുക. ഇത്രയും ഭാഗം സെക്യൂർ ചെയ്തതിന് ശേഷം താഴെയുള്ള ഈ ഒരു ചെറിയ മുടികൾ വന്നിട്ട് നിങ്ങൾ നന്നായിട്ട് സ്ട്രെയിറ്റൻ ചെയ്യാം. ഓക്കെ, അതിനുശേഷം താഴെ കുറച്ച് മുടി ഇങ്ങനെ വിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സ്ട്രെയിറ്റൻ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു തന്ന ഇത്രയും സ്റ്റെപ്സ് കാണിച്ചുകൊണ്ട് ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് കാണിച്ചു തരാം എൻ്റെ ഹെയർ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത്രയും പറഞ്ഞു തന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത്രയും ഭാഗം സെക്ഷൻ എടുക്കാൻ പോവാണ്. സ്ട്രെയിറ്റ്നർ ചൂടായിട്ടുണ്ട്. കുറച്ച് മുടി ഇതേപോലെ എടുക്കുക. കണ്ടോ, ഞാൻ ഇത്രയും സ്വെറ്റ് ആയതുകൊണ്ടാണ് ആ ഒരു പുക വന്നിരിക്കുന്നത് കേട്ടോ. സീറമൊക്കെ അപ്ലൈ ചെയ്തതാണ്. കണ്ടോ, എൻ്റെ ഈ ഒരു മുടി
2 ലെയർ, അതായത് അടിയിലത്തെ എല്ലാ ലെയറും സ്ട്രെയിറ്റൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടാവും. കണ്ടോ, ഇതെങ്ങനെയാണ് ഇരിക്കുന്നത്, ഈ ഒരു സൈഡിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്. എനിക്ക് ഈ ഒരു മാറ്റം, ഈ ഒരു ഡിഫറൻസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഫുള്ള് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ സ്ട്രെയിറ്റൻ ചെയ്തതിന് ശേഷമുള്ള ലുക്ക്, ഫൈനൽ ലുക്ക്. ഓക്കെ, വേണ്ട. അപ്പോൾ എൻ്റെ ഈ ഒരു ലുക്കാണോ അതോ കേളി ഹെയർ ആയിട്ടുള്ള ലുക്കാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.